ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കൽ, ജീവനില്ലാത്ത വസ്തുക്കളുടെ ചിത്രം വരയ്ക്കൽ, അങ്ങനെ മൊത്തത്തിൽ ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു രൂപമുണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ആ ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം വളരെ കൃത്യമായി വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൻ്റെ വിധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അശദ്ദൻ നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിൽ അൽ മുസവ്വിറൂൻ, രൂപമുണ്ടാക്കുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നവർക്കാകുന്നു. മുസവ്വിർ എന്ന് പറഞ്ഞാൽ സവ്വറ യുസവ്വിറു തസ്വീറ, രൂപം വരയ്ക്കുക, അങ്ങനെ ചിത്രം വരച്ചുണ്ടാക്കുന്നതിനാണ് സവ്വറ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രൂപം ഉണ്ടാക്കുന്നതിനും സവ്വറ എന്ന് പറയും. അഥവാ നിഴലുള്ള രൂപമായി കൊണ്ട് തന്നെ കളിമണ്ണ് കൊണ്ടോ മറ്റു പ്ലാസ്റ്റിക് കൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കൽ, അതിന് തിംസാൽ എന്ന് പറയും. അതേപോലെ തന്നെ നിഴൽ ഇല്ലാത്ത വസ്ത്രത്തിലോ ചുമരുകളിലോ അതേപോലെയുള്ള പ്രതലങ്ങളിലോ വരയ്ക്കുന്ന ചിത്രങ്ങൾ, രണ്ടും തസ്വീറാണ്. ഇത് രണ്ടും ചെയ്യുന്ന ആളുകളാണ് മുസവ്വിറുകൾ എന്നറിയപ്പെടുന്നത്. അവർ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകളായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പോൾ അതികഠിനമായ പരലോക ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന കാര്യമാണ് ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കലും അവയുടെ ചിത്രം വരയ്ക്കലും. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സുവർ, ഈ രൂപമുണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നവർ, യുഅദ്ദബൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ ശിക്ഷിക്കപ്പെടും. യുഖാലു ലഹും, എന്നിട്ട് അവരോട് പറയും, അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകൂ, നിങ്ങൾ വരച്ച രൂപങ്ങൾക്ക്, നിങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടും. അങ്ങനെ ജീവൻ നൽകാൻ സൃഷ്ടികൾക്ക് സാധ്യമാണോ? ഇല്ല, അത് സ്രഷ്ടാവിന് മാത്രം കഴിയുന്നതാണ്. അങ്ങനെ അവർക്കത് സാധിക്കാതെ പോവുകയും അങ്ങനെ അത് തന്നെ വളരെ വലിയൊരു ശിക്ഷയായി മാറുകയും ചെയ്യുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറയുകയാണ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ സഫരിൻ, ഒരു യാത്ര കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിലേക്ക് വന്നു. വഖദ് സത്തർതു അലാ ബാബി ദുർനൂക്കൻ, ഞാൻ എൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് ഒരു കർട്ടൻ തൂക്കിയിരുന്നു. ദുർനൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ. ഫീഹിൽ ഖൈലു ദവാത്തുൽ അജ്നിഹ, അതിൽ ചിറകുള്ള ഒരു കുതിരയുടെ ചിത്രമുണ്ടായിരുന്നു. ചിറകുള്ള ഒരു കുതിരയുടെ ചിത്രമുള്ള ഒരു കർട്ടൻ ഞാൻ എൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് തൂക്കിയിട്ടിരുന്നു. ഫഅമറനീ ഫനസഅതുഹു, എന്നോട് അത് അഴിച്ചു മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ അഴിച്ചു മാറ്റുകയുണ്ടായി. അപ്പോൾ കർട്ടനിലാണ് ഇവിടെ ചിത്രമുള്ളത്, ഒരു കുതിരയുടെ ചിത്രം. പ്രവാചകൻ അത് അഴിച്ചു മാറ്റാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രമുള്ള വസ്ത്രങ്ങൾ, അതേപോലെയുള്ള കർട്ടനുകൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ, ഇതൊന്നും പാടില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രത്യേകം പറഞ്ഞു, യാ ആയിഷ അശദ്ദുന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ അല്ലദീന യുളാഹൂന ബിഖൽഖില്ലാഹ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ആയിഷ അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് മത്സരിക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ആ രൂപം നോക്കിയിട്ട് ചിത്രം വരയ്ക്കുകയോ രൂപമുണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് സമരം ചെയ്യുവാൻ, റഹ്മാനായ റബ്ബിനോട് കടപിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫഖതഅനാഹു, അങ്ങനെ ഞാൻ ആ കർട്ടൻ, ആ വിരിപ്പ് അത് കീറി മുറിച്ചു. എന്നിട്ട് ഫജഅൽനാ മിൻഹു വിസാദത്തൻ ഔ വിസാദത്തൈൻ, ഒന്നോ രണ്ടോ തലയണകൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ രൂപമെല്ലാം മുറിച്ചതിന് ശേഷം
ഞാൻ അതുകൊണ്ട് തലയണയും മറ്റും പൊതിയാൻ വേണ്ടിയോ മറ്റോ ഉപയോഗപ്പെടുത്തി. എന്നാൽ തലയണയിലാണെങ്കിലും പൂർണ്ണ രൂപത്തിലുള്ള ചിത്രമാണെങ്കിൽ അതുപോലും പാടില്ല എന്ന് വളരെ വ്യക്തമായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്നഹഷ്തറത് നുമ്റുഖതൻ ഫീഹാ തസാവീറു ഫലമ്മ റആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാമ അലൽ ബാബി ഫലം യദ്ഖുൽഹു ഫഅറഫ്തു ഫീ വജ്ഹിഹി അൽ കറാഹിയ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനൊരു നുമ്റുഖ വാങ്ങി. നുമ്റുഖ എന്ന് പറഞ്ഞാൽ ചെറിയ തലയണക്കാണ്. ഇരിക്കാൻ വേണ്ടിയും ചാരി ഇരിക്കാൻ വേണ്ടിയും തല വെക്കാൻ വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ തലയണക്കാണ് നുമ്റുഖ എന്ന് പറയുന്നത്. ഫീഹ തസാവീർ, പക്ഷേ അതിൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ പ്രവാചകൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, തലയണയിലായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറിയില്ല. ഫഅറഫ്തു ഫീ വജ്ഹിൽ കറാഹിയ, പ്രവാചകൻ്റെ മുഖത്ത് വെറുപ്പ് എനിക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നും റസൂലുള്ളയോട് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞതിന് ശേഷം അവർ കാര്യമെന്താണ് എന്ന് തിരക്കി. നബി എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് കയറാത്തത്, എന്താണ് നബിയുടെ മുഖത്ത് ആ ഒരു വെറുപ്പുണ്ടായത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയോട്, മാ ബാലു ഹാദിഹിൻ നുമ്റുഖ, എന്താണ് ഈ ഒരു തലയണയുടെ കാര്യം? ഈ ചിത്രമുള്ള തലയണ ആരാണോ വാങ്ങിയത്, എന്തിനാണോ വാങ്ങിയത്? അപ്പോൾ ഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇഷ്തറൈതുഹാ ലക ലിതഖൂദ അലൈഹാ വതവസ്സദഹാ, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾക്ക് ചാരിയിരിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് തലയണയായി ഉപയോഗിക്കാനും വേണ്ടി ഞാൻ വാങ്ങിയതാണ്. നോക്കൂ നിങ്ങൾ, ഭാര്യ ഭർത്താവിന് വേണ്ടി വാങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയതാണ്, ചാരിയിരിക്കാനും തലവെക്കാനുമൊക്കെ. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന അസ്ഹാബ ഹാദിഹി സുവർ യൗമൽ ഖിയാമത്തി യുഅദ്ദബൂൻ, ഈ ചിത്രം വരച്ച ആളുകളുണ്ടല്ലോ അവർ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഫയുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, അവരോട് പറയപ്പെടും, നിങ്ങൾ സൃഷ്ടിച്ചതിനെ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ ചിത്രത്തിന്, ഈ രൂപത്തിന് നിങ്ങൾ ജീവൻ നൽകൂ. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, വഖാല ഇന്നൽ ബൈത്തല്ലദീ ഫീഹി സുവറു ലാ തദ്ഖുലുഹുൽ മലായിക, ഈ രൂപത്തിലുള്ള ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. അപ്പോൾ തലയണയിലാകട്ടെ, കർട്ടനിലാകട്ടെ, വസ്ത്രങ്ങളിലാകട്ടെ, അതേപോലെയുള്ളതിലൊക്കെ ചിത്രങ്ങൾ പൂർണ്ണ രൂപത്തിലുണ്ടെങ്കിൽ പോലും അവിടേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് വലിയ കോപമുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളിൽ അങ്ങനെ ചിത്രം വരച്ച ആളുകൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചിത്രമുണ്ടായിരുന്ന കുതിരയുടെ, ചിറകുള്ള കുതിരയുടെ ചിത്രമുണ്ടായിരുന്ന വിരിപ്പ് മുറിച്ചിട്ട് തലയണയാക്കി എന്ന് പറഞ്ഞത് ആ ചിത്രത്തെ മുറിച്ച് അതിൻ്റെ തലയും മറ്റു ഭാഗങ്ങളും വേറെയാക്കിയത് കൊണ്ടാണ്. എന്നാൽ പൂർണ്ണ രൂപത്തിലുള്ള ചിത്രമാണെങ്കിൽ അത് തലയണയിലാണെങ്കിലും വിരിപ്പിലാണെങ്കിലും നല്ലതല്ല എന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സവ്വറ സൂറത്തൻ ഫി ദുനിയ, ദുനിയാവിൽ ആരെങ്കിലും ഒരു ചിത്രം വരച്ചാൽ അല്ലെങ്കിൽ ഒരു രൂപമുണ്ടാക്കിയാൽ, കുല്ലിഫ അൻ യൻഫുഖ ഫീഹ റൂഹ യൗമൽ ഖിയാമത്തി വലൈസ ബിനാഫിഖിൻ, ഖിയാമത്ത് നാളിൽ അതിൽ റൂഹ് ഊതാൻ, ആത്മാവിനെ ഊതിയിട്ട് അതിന് ജീവൻ കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നതാണ്. അയാൾ അതിന് ശ്രമിക്കും, പക്ഷേ കഴിയില്ല. അങ്ങനെ അത് തന്നെ വലിയൊരു ശിക്ഷയായി മാറുമെന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം കേട്ടു, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി ഫൽയഖ്ലുഖു ഹബ്ബതൻ വൽയഖ്ലുഖു ദർറ, ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? ഞാൻ സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ അവൻ ഒരു ധാന്യമണിയോ ഒരു അണുവിനെയോ സൃഷ്ടിക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ധാന്യമണി, ഒരു ശരിയായ അണുവിനെ സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അള്ളാഹു സൃഷ്ടിച്ചതല്ലാതെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ മനുഷ്യർക്ക് കഴിവില്ല. അങ്ങനെയാണെങ്കിൽ അവർ സൃഷ്ടിക്കട്ടെ എന്നാണ്. അവർക്കത് സാധ്യമല്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുന്നതാണ്. അവർക്കത് സാധ്യമാവുകയില്ല. അപ്പോൾ ഏറ്റവും വലിയ അക്രമികൾ, വമൻ അദ്ലമു എന്നാണ് പറഞ്ഞത്, ഏറ്റവും വലിയ അക്രമികൾ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരും രൂപങ്ങൾ വരയ്ക്കുന്നവരുമാകുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്, ഖാല അസ്ഹാബുന വഗൈറുഹും, ഷാഫിഈ മദ്ഹബിൽപ്പെട്ടവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ, മിനൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്,
തസ്വീറു സൂറത്തിൽ ഹയവാനി ഹറാമുൻ ഷദീദു തഹ്രീം. ജീവനുള്ള വസ്തുക്കളുടെ ഹയവാനുകളുടെ ചിത്രമുണ്ടാക്കുക എന്നുള്ളത് അങ്ങേയറ്റം കഠിനമായ ഹറാമാണ്. വഹുവ മിനൽ കബായിരി, അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ലി അന്നഹു മുതഅവ്വദുൻ അലൈഹി ബിഹാദൽ വഈദി ഷദീദിൽ മദ്കൂർ ഫിൽ അഹാദീസ്. ഹദീസിൽ വന്ന അത്രയും കഠിനമായ താക്കീതുകൾ, ആ താക്കീതുകൾ സൂചിപ്പിക്കുന്നത് ഇത് വൻ പാപമാണ് എന്നാണ്. അവർ ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും. ആത്മാവ് ഊതാൻ, ജീവൻ നൽകുവാൻ അവർ കൽപ്പിക്കപ്പെടും. അവർക്കത് സാധ്യമല്ല. അദ്ദേഹം പറയുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയോട് സമരസപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന പണിയാണ്. ഒരിക്കലും തന്നെ അത് അംഗീകരിക്കപ്പെടുകയില്ല. അത് വസ്ത്രത്തിലാണെങ്കിലും ശരി, വിരിപ്പിലാണെങ്കിലും ശരി, ദീനാറിലോ ദിർഹമിലോ ആണെങ്കിലും ശരി, പാത്രത്തിലോ അതേപോലെയുള്ള ചുമരുകളിലോ ആണെങ്കിലും ശരി, അതൊന്നും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കടുത്ത ഹറാമാണ്. എന്നാൽ വ അമ്മാ തസ്വീറു സൂറത്തി ഷജരി വരിഹാലിൽ ഇബ്ലി വഗൈരി ദാലിക മിമ്മാ ലൈസ ഫീഹി സൂറത്തു ഹയവാനിൻ ഫലൈസ ബിഹറാമിൻ. എന്നാൽ മരങ്ങളുടെ ചിത്രം വരയ്ക്കുക, അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്തു വെക്കുന്ന സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതേപോലെയുള്ളതിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നാൽ ഒട്ടകമല്ല. അങ്ങനെ മൃഗത്തിൻ്റെ ചിത്രമില്ലാത്ത രൂപത്തിലുള്ള മറ്റു വസ്തുക്കളുടെ ചിത്രങ്ങൾ, വൃക്ഷങ്ങളുടെ, ചെടികളുടെ, പൂക്കളുടെ ചിത്രങ്ങൾ, അത് അനുവദനീയമാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇത് അദ്ദേഹം പറയാനുള്ള കാരണം സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ അനുവാദം നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. ജാ റജുലുൻ ഇലാ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി റജുലുൻ ഉസവ്വിറു ഹാദിഹി സുവർ ഫഅഫ്തിനി ഫിഹാ. ഞാൻ ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം ഉണ്ടാക്കി വിൽപ്പന നടത്തി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ആ വിഷയത്തിലുള്ള ഫത്വ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്നു മിന്നി, എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം അടുത്തെത്തിയതിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ചിത്രം വരയ്ക്കുന്ന അല്ലെങ്കിൽ രൂപമുണ്ടാക്കുന്ന എല്ലാവരും നരകത്തിലാണ്. യജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹാ നഫ്സൻ, അയാളുണ്ടാക്കിയ എല്ലാ സൂറത്തിനും, ചിത്രങ്ങൾക്കും അതിനൊരു നഫ്സ്, ശരീരം നൽകിയിട്ട് ഫതുഅദ്ദിബുഹു ഫീ ജഹന്നം, എന്നിട്ട് അതിനെ ശിക്ഷിക്കുമെന്നാണ്. അപ്പോൾ ആ ശിക്ഷ മുഴുവൻ ഈ വ്യക്തി ഏൽക്കേണ്ടി വരും. എത്ര ചിത്രം വരയ്ക്കുന്നുണ്ടോ അത്രയും നഫ്സുകൾ ഉണ്ടാക്കി അതിനെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയെല്ലാം ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ ആ നഫ്സ് കൊണ്ട് ഈ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം അവിടെ ആഡ് ചെയ്ത് പറഞ്ഞത്, വഖാല ഇൻ കുൻത ലാ ബുദ്ദ ഫാഇലൻ, ഇനി താങ്കൾക്ക് ചിത്രം വരച്ചേ മതിയാവുമെങ്കിൽ ഫസ്നഇ ഷജറ വമാ ലാ നഫ്സ ലഹു, വൃക്ഷങ്ങളെ വരച്ചോ, അതേപോലെ ആത്മാവില്ലാത്ത, ജീവനില്ലാത്ത വസ്തുക്കളെ വരച്ചോളൂ. അപ്പോൾ ജീവനില്ലാത്തതിനെ വരയ്ക്കാം, ജീവനുള്ളതിനെ, ആത്മാവുള്ളതിനെയാണ് വരയ്ക്കാൻ പാടില്ലാത്തത്. അപ്പോൾ മനുഷ്യരുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, മൃഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, മത്സ്യങ്ങളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, പക്ഷികളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല, മലക്കുകളെയോ ജിന്നുകളെയോ സങ്കല്പിച്ച് വരയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇഴജന്തുക്കളാകട്ടെ, മറ്റ് ഏത് ജീവികളാകട്ടെ, പാറ്റകളാകട്ടെ, അതേപോലെയുള്ള ഒന്നിൻ്റെയും ചിത്രം വരയ്ക്കാൻ പാടില്ല. എന്നാൽ വൃക്ഷങ്ങൾ വരയ്ക്കാം, പൂക്കൾ വരയ്ക്കാം, ചെടികൾ വരയ്ക്കാം, പർവ്വതങ്ങൾ വരയ്ക്കാം, വീട് വരയ്ക്കാം, വീടിൻ്റെ പ്ലാനുകൾ വരയ്ക്കാം, കെട്ടിടങ്ങൾ വരയ്ക്കാം, കാറുകൾ, വാഹനങ്ങൾ, അതേപോലെയുള്ള ഭൂമിയിലുള്ള മറ്റു ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കാവുന്നതാണ്. അൽഹംദുലില്ലാ. എന്നാൽ വിലക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ചിത്രങ്ങളാണ്. ഇനി തലയില്ലാത്ത രൂപത്തിലുള്ളതാണെങ്കിലും അത് വരയ്ക്കുന്നതിൽ വിരോധമില്ല. അഥവാ വല്ലതും പൂർണ്ണമായി വരച്ചത് നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ, വസ്ത്രങ്ങളിലോ അതേപോലെയുള്ള പ്രതലങ്ങളിലോ ആണെങ്കിൽ അതിൻ്റെ തലയെ മായ്ച്ച് കളയുക, ഇല്ലാതാക്കി കളയുക, മുറിച്ച് കളയുക. രൂപമാണെങ്കിലും അതിൻ്റെ തലയെ മാറ്റിക്കളയുക. അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാനി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖാല ലി അതൈതുകൽ ബാരിഹത ഫലം യംനഅനി അൻ അകൂന ദഖൽതു ഇല്ല അന്നഹു കാന അലൽ ബാബി തമാസീലു വകാന ഫിൽ ബൈത്തി ഖിറാമു സിത്രിൻ ഫീഹി തമാസീലു വകാന ഫിൽ ബൈത്തി കൽബുൻ ഫമുർ ബിറഅസി തിംസാലി അല്ലദീ ഫിൽ ബൈത്തി യുഖ്തഉ ഫയസീറു കഹൈഅത്തി الشجറ വമുർ ബിസ്സിത്രി ഫൽയുഖ്തഅ فليجعل منه وسادتين منبوذتين طوطآن ومر بالكلب فليخرج ففعل رسول الله صلى الله عليه وسلم وإذا الكلب لحسن أو حسين كان تحت نضد لهم فأمر به فأخرج.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു, പക്ഷേ ഞാൻ വീട്ടിലേക്ക് കയറാതിരുന്നത് വാതിലിൻ്റെ ഭാഗത്ത് അവിടെ രൂപമുണ്ടായിരുന്നു. അത് പറയാനുള്ള കാരണം അവിടെ ഒരു സിത്ർ, ഒരു മറ ഉണ്ടായിരുന്നു. ആ സിത്റിൽ ഒരു ചിത്രമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വക്കാന ഫിൽ ബൈത്തി കൽബുൻ, വീട്ടിലൊരു നായയുമുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഫമുർ ബിറഅസി തിംസാലില്ലദീ ഫിൽ ബൈത്തി യുഖ്ത, വീട്ടിലുള്ള ആ രൂപത്തിൻ്റെ തല മുറിച്ച് മാറ്റാൻ പറഞ്ഞു, തല എടുത്ത് കളയാൻ പറഞ്ഞു. ഫയസീറു കഹൈഅത്തി ഷജറ, എന്നിട്ട് അതൊരു വൃക്ഷത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ, വൃക്ഷത്തിന് തലയുണ്ടാവില്ലല്ലോ, അതിന് തടി മാത്രമാണുള്ളത്, അങ്ങനെ തടി മാത്രമാകട്ടെ, തലയെടുത്ത് കളയാൻ പറഞ്ഞു, ആ ജീവനുള്ള രൂപത്തിൻ്റെ തലയെടുത്ത് കളയാൻ പറഞ്ഞു. അതേപോലെ തന്നെ വമുർ ബി സിത്രി ഫൽ യുഖ്ത, ആ സിത്ർ അത് മുറിച്ച് കളയട്ടെ, ആ വിരിപ്പ് അതിൽ ചിത്രമുണ്ട്, അതുകൊണ്ട് അതും മുറിച്ച് കളയട്ടെ. എന്നിട്ട് ആ വിരിപ്പിലുള്ള ചിത്രം മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, അതൊരു തലയണയാക്കി ഉപയോഗിക്കാം, ഇരിക്കാനും അതേപോലെ തന്നെ ചാരി ഇരിക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഉപയോഗിച്ചോട്ടെ. പക്ഷേ ആദ്യം എന്ത് ചെയ്യണം, ആ ചിത്രത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെറിയൊരു തലയണ വാങ്ങിയിട്ട് അതിൽ ചിത്രമുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിയിട്ടില്ല. അതേപോലെ തന്നെ ഒരു നായ, അവർ വസ്ത്രമെല്ലാം വെക്കുന്ന കട്ടിൽ പോലെയുള്ള ഒരു മേശയുടെ താഴെ ഒരു നായ ഉണ്ടായിരുന്നു. അത് ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവർ സ്നേഹിച്ചിരുന്ന, താലോലിച്ചിരുന്ന ഒരു നായയായിരുന്നു. ആ നായ വീട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ആ നായ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറില്ല, അതേപോലെ തന്നെ ഈ രൂപമുള്ളത് കൊണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നായ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് മലക്കുകൾ കയറുകയില്ല. റഹ്മത്തിൻ്റെ മലക്കുകളാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം, മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാകും. പക്ഷേ കാരുണ്യത്തിൻ്റെ മലക്കുകൾ വീട്ടിലേക്ക് കയറില്ല വീട്ടിൽ നായ ഉണ്ടെങ്കിൽ. അത് വരച്ച ചിത്രങ്ങളാകട്ടെ അല്ലെങ്കിൽ രൂപങ്ങളാകട്ടെ, ആ രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള അത് തൂക്കിയിട്ട വീട്ടിലേക്ക് മലക്കുകൾ കയറുകയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ പരിഹാരം എന്താണ്? ഒന്നുകിൽ ആ ചിത്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക, അല്ലെങ്കിൽ തലയുടെ ഭാഗമെങ്കിലും മുറിച്ച് മാറ്റിയിട്ട് ഒരു മരത്തിൻ്റെ തടി പോലെ ഉള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ കുഴപ്പമില്ല, തല എടുത്ത് മാറ്റിയാൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ വിരിപ്പിലാണതുള്ളതെങ്കിൽ ആ വിരിപ്പിനെ കീറി മുറിച്ചിട്ട് അതിൻ്റെ ചിത്രത്തിൻ്റെ ആ രൂപം അവസ്ഥ മാറ്റിയിട്ട് പിന്നെ അതിനെ തലയണയായിട്ടോ വിരിപ്പായിട്ടോ ഉപയോഗപ്പെടുത്താം. എന്നാൽ പൂർണ്ണ രൂപം തലയണയിലും വിരിപ്പിലും കാണാതിരിക്കലാണ് ഖൈർ എന്ന് നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ചിത്രങ്ങൾ വരയ്ക്കുന്ന സ്വഭാവമുള്ള ധാരാളം ആളുകളുണ്ട്. പലരുടെയും കുട്ടികൾക്ക് താല്പര്യം ചിത്രങ്ങൾ വരയ്ക്കാനാണ്. പലരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, ചിത്രങ്ങൾ വരയ്ക്കുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്കൾക്കത് പറഞ്ഞു കൊടുത്ത്, അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് വിലക്കണം. പലരും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കഠിനമായ ശിക്ഷ പരലോകത്ത് ലഭിക്കുന്ന കാര്യമാണത്. അള്ളാഹുവിന് വളരെ വലിയ കോപമുള്ള കാര്യമാണത്. കാരണം ചിത്രങ്ങൾ വരച്ചുകൊണ്ടും രൂപമുണ്ടാക്കിക്കൊണ്ടുമാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന വലിയ തിന്മ ലോകത്ത് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അള്ളാഹു വിലക്കിയിരിക്കുന്നു. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ആരാധിക്കാൻ ഉദ്ദേശിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, വിഗ്രഹാരാധനക്ക് തുടക്കം കുറിച്ചത് ചിത്രം വരയും രൂപമുണ്ടാക്കലുമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഈ കാര്യം വിലക്കിയിട്ടുള്ളത്. അള്ളാഹു വിലക്കിയതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക, അതിനപ്പുറത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അതുകൊണ്ട് അത്തരം ചിത്രം വരയ്ക്കുന്നതിനെ നമ്മൾ നമ്മുടെ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പണ്ഡിതന്മാർ പറയുന്നത്, പഠന ആവശ്യാർത്ഥം സ്കൂളുകളിലേക്കും മറ്റുമൊക്കെ ചിത്രം വരച്ചാലേ പരീക്ഷയിൽ പാസ്സാവുകയുള്ളൂ, ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളൊരു നിർബന്ധിതാവസ്ഥ വരുമ്പോൾ അതിനുവേണ്ടി മാത്രം ചിത്രം വരയ്ക്കാൻ അനുവാദമുണ്ട്. അതിനപ്പുറത്ത് ഒരു വിനോദം എന്നുള്ള നിലക്ക്, ഒരു സന്തോഷം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നുള്ള നിലക്കൊക്കെ ചിത്രം വരയ്ക്കുന്നതിനെയോ രൂപമുണ്ടാക്കുന്നതിനെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കളുടേത് അനുവാദമുള്ള കാര്യമാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.